Hello, my beautiful souls. Welcome back to my channel. Happy New Year. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽഡ് ആവുന്ന ഒരു ഗ്രേറ്റ്, നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു വർഷമാവട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ്, ജോബ്, റിലേഷൻഷിപ്പ്, ലവ് ലൈഫ്, എന്താണോ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി സംഭവിക്കട്ടെ. എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുള്ളൊരു വർഷം വിഷ് ചെയ്യുന്നു. സോ ഇന്ന് നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത്? ഇന്ന് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്. സോ ആക്ച്വലി ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, ബട്ട് ഈ മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് തരാൻ ഓൾ ഓഫ് സഡൻ എനിക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടായി. സോ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഐ ടുക്ക് മൈ കാർഡ്സ്. സോ ഇന്ന് നിങ്ങൾ കേൾക്കേണ്ടത്, ഇന്നത്തെ ദിവസം എന്താണോ സംഭവിച്ചിട്ടുള്ളത്, അത് എന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് നാളത്തേക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്, നാളത്തേക്കുള്ള ക്ലാരിറ്റി ആണ്, നാളത്തേക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്, നാളത്തേക്കുള്ള ബ്ലെസ്സിങ് ആണ്, നാളത്തേക്കുള്ള ഒരു ആക്ഷൻ ആണ്. സോ ഇന്ന് നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നാളത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഓക്കെ, വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ നാളെ നിങ്ങൾക്ക് എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് എന്ത് അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ പോയിട്ടുള്ളത്, ഇന്ന് നിങ്ങൾക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് വളരെ സന്തോഷിക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് എന്താണോ നിങ്ങൾ പോകുന്നത് അത് നാളത്തേക്കുള്ള വലിയൊരു റിയലൈസേഷൻ ആണ്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് നാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, സോ ഇന്ന് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാത്തതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കാത്തത്, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ കുറച്ച് ഡിലേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? ഫിയർ. ഓൾറൈറ്റ്. സോ ഇന്നത്തെ നിങ്ങളുടെ പേടി നാളെ നിങ്ങളെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നാളത്തെ നിങ്ങളുടെ ഒരു ആക്ഷൻ ആണ്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പേടിക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ നാളെ നിങ്ങളത് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേ ബി എന്തോ ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് പേടിക്കുന്ന ഒരു കാര്യം നാളെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടായിരിക്കണം. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ റീസെന്റ് ആയിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും നമുക്ക് വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ കൂടുതൽ ഇവോൾവ് ചെയ്യിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഒരു ഫിയർ, എസ്പെഷ്യലി ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന, ഇന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഫിയർ ആയിരിക്കാം നിങ്ങളൊരു ഗ്രേറ്റ് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. ഇനീഷ്യലി നിങ്ങൾ കണ്ടതുപോലെ നിങ്ങളുടെ ഒരു ഗ്രേറ്റ് റിയലൈസേഷൻ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത്, ബിക്കോസ് അതായിരിക്കും നിങ്ങൾ കൂടുതൽ ഇവോൾവ് ചെയ്യിക്കുന്നുണ്ടായിരിക്കുക, അതായിരിക്കും നിങ്ങൾ കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് ഒരു പേഴ്സൺ ആക്കി മാറ്റുന്നുണ്ടായിരിക്കുക, അതായിരിക്കാം നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കുക, അതായിരിക്കും നിങ്ങളെ വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ മേലെ പറ്റിയിട്ടുള്ള, നിങ്ങൾക്ക് നിങ്ങളെ മേലെ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ, ഓക്കെ, അതൊക്കെ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ പേടിക്കുന്നത്, അത് നിങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾക്ക് ചില ടാലൻസ് ഉണ്ട്, ബട്ട് നിങ്ങളുടെ പേടി കാരണം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആഗ്രഹം ഉണ്ട്, നിങ്ങളുടെ പേടി കാരണം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല. ഗൈസ്, പ്ലീസ് ലെറ്റ് മീ ടെൽ ദിസ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പേടിയുള്ളത്, ബട്ട് നിങ്ങൾക്ക് അത്ര ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കുറെ ചിന്തിക്കരുത്, നിങ്ങൾ ആക്ഷൻ എടുക്കുക. ബിക്കോസ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, മേ ബി ആ ഒരു ഫിയർ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ ആഗ്രഹം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുക. ഓക്കെ, അല്ലെങ്കിൽ വലിയൊരു ട്രഷർ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സി, നിങ്ങൾ എന്തോ ഒരു കാര്യം ഈ ഒരു സമയത്ത് വല്ലാണ്ട് പേടിക്കുന്നുണ്ട്, ആങ്സൈറ്റി, ഫിയർ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കണം. വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് ഗോ ആൻഡ് ഫേസ് ഇറ്റ്. അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ എന്തൊരു ആക്ഷൻ എവിടെയോ വരേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെന്തോ ലൈക്ക് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം, ഏതൊക്കെയോ രീതിയിൽ എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ നീഡ്സ്, നിങ്ങളുടെ വാണ്ട്സ്, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ റൈറ്റ് ആയിട്ട് തോന്നുന്നത് ചെയ്യാനുള്ളൊരു ഫ്രീഡം നിങ്ങൾ കൊടുക്കുക. ഓർ എന്താണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ എന്തെങ്കിലും ഇതുപോലത്തെ ഇമോഷൻസ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗീവ് ഓൾ ദി ഫ്രീഡം. ബിക്കോസ് ആ ഒരു ഷെല്ലിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു ഷെല്ല് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു വലിയൊരു ട്രഷർ, വലിയൊരു സന്തോഷം, വലിയൊരു ബ്ലെസ്സിങ്, ഓർ നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്, മേ ബി നിങ്ങളുടെ ഒരു ഡീപ്പസ്റ്റ്
ഡിസയർ ആയിരിക്കാം അത്. ഓക്കെ, നിങ്ങളുടെ സോളിന്റെ ഒരു ആഗ്രഹമായിരിക്കും. നിങ്ങൾ ചില ഫിയർ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഫ്രീഡം ആണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഐ ക്യാൻ സീ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് മടിച്ചു നിൽക്കുന്നത്, ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്, ഓർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്, അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവിടെ സന്തോഷം, പ്ലഷർ, ഒരു പരമാനന്ദം നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഗീവ് ദ ഫ്രീഡം. ഓക്കെ, എന്താണോ നിങ്ങൾ ഈ ഒരു സമയത്ത് പേടിക്കുന്നത് അത് നിങ്ങൾ ചെയ്യൂ ഗൈസ്. ഓൾറൈറ്റ്, യെസ്, അവിടെയാണ് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം ഒളിഞ്ഞു കിടക്കുന്നത്. നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾ എന്തോ കാര്യം ചെയ്യണം അല്ലെ? പ്രൊഫഷണലി ആയിരിക്കാം, മേ ബി നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം ചില ആളുകൾക്ക്, ഓർ നിങ്ങളുടെ എന്തെങ്കിലും ടാലൻസ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഫേസ് ഇറ്റ്. ഓക്കെ, റെസിസ്റ്റൻസ്. ചില മാറ്റങ്ങളെ നിങ്ങൾക്ക് തടയാൻ സാധിക്കില്ല, ചില കാര്യങ്ങളെ നിങ്ങൾക്ക് തടയാൻ സാധിക്കില്ല, ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. അവിടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഇത് എത്ര തടയാൻ നോക്കിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ തടഞ്ഞു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും, നോ, ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈവൻ നിങ്ങൾ എത്ര തടഞ്ഞു നിർത്തുന്ന സമയത്തും ചില കാര്യങ്ങൾ അതിൽ നിന്നും വളർന്നു വരുന്നുണ്ട്. ഓക്കെ, മേ ബി ചില കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കേണ്ട കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ അനുഭവിക്കേണ്ടതോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതോ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമോ ആയിട്ടുള്ള ചില കാര്യമായിരിക്കാം. സോ ചിലത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മേലൊരു ബാലൻസ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് അറിയില്ല ചില കാര്യങ്ങൾ എവിടെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം. ചില കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും കൺഫ്യൂസ് ആക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യത്തിൽ നിന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബാക്കിയുള്ള കാര്യങ്ങളും കുറച്ചൊന്ന് ഇംബാലൻസ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, നിങ്ങൾക്ക് ചില കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. റൈറ്റ്, അവർ എന്തൊരു കാര്യം നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി ലൈക്ക് ചിലത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ എന്താണോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. യു നീഡ് ടു ഹിയർ ബ്ലോസമിങ്. ഓക്കെ, ബ്ലോസമിങ്. സി നമ്പർ 11, നമ്പർ 33. ഓൾറൈറ്റ്, സി നിങ്ങളുടെ ആ ഒരു ഫിയർ നിങ്ങളെ ഒരു വസന്തകാലത്തിലേക്കാണ് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ഒരു റിച്ച്നെസ്സിലേക്കാണ് കൊണ്ടുവരുന്നത്. എന്താണോ പേടിപ്പിക്കുന്നത് അതിൻ്റെ ഒരു റിച്ച്നെസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരാണ്. എന്താണോ അതൊന്ന് അച്ചീവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു റിച്ച്നെസ്സിലേക്ക്. ഓക്കെ, സോ എന്തോ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് ഇറ്റ്, ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്ന് 1-ാം തീയതിയാണ് അല്ലേ? സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, അത് മേ ബി നിങ്ങൾ ജോബ് നോക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതെന്തോ ആയിക്കോട്ടെ, ആളുകളോ സിറ്റുവേഷനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അത് കൺഫ്യൂസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ശരിയായിട്ട് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചെയ്യണമെന്ന് തോന്നുന്നത്, വേണമെന്ന് തോന്നുന്നത്, അത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം മാത്രം നിങ്ങൾ കൊടുക്കുക. അത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കത് ജെന്യൂൻലി തോന്നുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സകല ഫ്രീഡം കൊടുക്കുക. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ പുറമേ കാണുന്ന സമയത്ത്, ചില കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന സമയത്ത്, എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഓക്കെ, നിങ്ങൾ എന്താണോ കാണുന്നത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ഈവൻ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഇല്ലാത്ത വഴികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സമയത്ത് സന്തോഷം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ചില കാര്യത്തിലേക്ക് വഴികൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴികൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തോ ഒരു ആക്ഷൻ എടുക്കണം, മേ ബി അത് നിങ്ങൾക്ക് തെറ്റാണെന്ന് വിചാരിക്കാം, പക്ഷെ നിങ്ങൾ ആ ഒരു വഴിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പാത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ആക്ഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്തും അത് തെറ്റാവില്ല. ഏത് വഴി ചൂസ് ചെയ്യുന്ന സമയത്തും അത് തെറ്റാവില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവിടെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക.
ഇല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാത്ത വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞ് കിട്ടാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഒരുപാട് ചിന്തിക്കാണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക, എന്നിട്ട് അതിലൂടെ പോവാ നിങ്ങൾ. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ഒരു ആക്ഷൻ എടുത്തു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം അവിടെ നിന്ന് ഉണ്ടായില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അത് ഗിവ് അപ്പ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക, പേഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, പേഷ്യൻസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആ ഒരു ക്ഷമ ഉണ്ടാവുന്ന സമയത്ത്, ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാവുന്ന സമയത്ത് പതുക്കെ പതുക്കെ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കാം നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തിലേക്കാണോ നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്, അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്, ഇത് എവിടേക്കാണോ നിങ്ങൾക്ക് എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ആക്ഷൻ. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് എടുക്കുന്ന ആക്ഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ എവിടേക്കാണോ കാര്യങ്ങൾ വളരെ ഇംബാലൻസ്ഡ് ആവുന്നത്, ഇമോഷണലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, മെന്റലി ആയിരിക്കാം, എനർജറ്റിക്കലി നിങ്ങൾ വളരെ ഇംബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ ആണോ, ചെറിയ ചെറിയ ആക്ഷൻ എന്തൊക്കെയാണോ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക, അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊരു വിത്ത് പാകി വെക്കുന്നത് പോലെയാണ്. ഓക്കെ, അത് ഡെഫിനറ്റ്ലി ഒരു സമയത്ത് അതൊരു വൃക്ഷമായിട്ട് മാറും, അതിന് നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ഒരു ഗുണങ്ങൾ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോസിബിൾ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാത്ത വഴികൾ നിങ്ങൾ ചിലതിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടെത്തുന്നുള്ളതല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇല്ലാത്ത വഴികൾ, ഇല്ലാത്ത അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, ചിലതിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കമ്പനിയിൽ ജോബ് അപ്ലൈ ചെയ്യാണ്, അവർ നിങ്ങളടുത്ത് പറയാണ് ഇല്ല ഇവിടുത്തെ വേക്കൻസീസ് മൊത്തം നിങ്ങൾ ഫില്ലായി, ഇവിടെ ഇനി ആരും എടുക്കുന്നില്ല എന്ന് പറയാണ്. ബട്ട് നിങ്ങൾ അവിടെ എടുക്കുന്ന ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഗിവ് അപ്പ് ചെയ്യാണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഓക്കെ ഫൈനലി ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേസ് ഉണ്ടാക്കി തരാം, ഇവിടെ സ്ഥലമില്ല ബട്ട് ഐ ക്യാൻ ക്രിയേറ്റ് എ പ്ലേസ് ഫോർ യു, അങ്ങനെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ ആ ഒരു ഹോണസ്റ്റിക്ക് ആയിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനായിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ആ ഒരു ശ്രമത്തിനായിരിക്കാം അവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇല്ലാത്ത സ്പേസ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, യെസ്, നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ മേലെ വിശ്വസിക്കൂ. ഓൾറൈറ്റ്, ഇപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണല്ലോ വരിക, ഇങ്ങനെ ചെയ്താൽ ഇനി അടുത്തത് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വഴിയില്ലല്ലോ, ഇതാണ് നിങ്ങൾ സ്റ്റോപ്പ് ആക്കി വെക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് തിങ്കിങ് ഇൻ ദാറ്റ് വേ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചില കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങും. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദ റീഡിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.